എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ് കേരള പാഠാവലിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുൻപൊക്കെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തു. അതേപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോ മുഴുവനായും കാണാൻ എന്തായാലും നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യം വായിക്കുമ്പോഴും ഓരോ ചോദ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഉത്തരം എഴുതുമ്പോൾ നിങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഉത്തരങ്ങൾ പറയാം കേട്ടോ. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി ആയിരിക്കും. ഒന്നെങ്കിൽ 2-3 പാരഗ്രാഫ് തന്നിട്ടോ അല്ലെങ്കിൽ ഒരു കവിതാ ഭാഗം തന്നിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന കവിത മധുരം മലയാളം എന്ന് പറയുന്നതാണ്. നമുക്ക് വായിച്ചു നോക്കാം. മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം, കിളുങ്ങു ചുണ്ടുകൾ ആദ്യം മോദി അമ്മ മലയാളം, സ്നേഹത്തിൻ പുതുനാമ്പുകളായി നമ്മുടെ മലയാളം, കാറ്റിലാടും തെങ്ങോലകളുടെ താളം മലയാളം, കാട്ടാറിൻ്റെ കളകളനാദം നമ്മുടെ മലയാളം, വയലേലകളുടെ വിയർപ്പുഗന്ധം നമ്മുടെ മലയാളം, പണിശാലകളുടെ നെടുവീർപ്പിൻ്റെ താളം മലയാളം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: മലയാളവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? മലയാളവുമായി ബന്ധപ്പെട്ട് ശരിയായി കൊടുത്തിട്ടുള്ളത് ഏതാണ്? മധുരം സ്വപ്നം തിളക്കം ആണോ? അല്ല. ഹൃദയം മധുരം താളം ശരിയല്ലേ? ഹൃദയം മധുരം താളമാണ് മലയാളവുമായി ബന്ധപ്പെട്ട് ശരിയായത്. അടുത്ത ചോദ്യം ഇതാണ്: കാട്ടാറിൻ്റെ കളകളനാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മലയാള ഭാഷ കാട്ടിലാണ് ജനിച്ചത് എന്നാണോ? അല്ല. മലയാള ഭാഷയിലെ കവിതകൾ കൂടുതലും കാട്ടാറുകളെക്കുറിച്ചാണ് എന്നതാണോ? അല്ല. മലയാള ഭാഷ പുഴ ഒഴുകും പോലെ സംഗീതമാണ് എന്നുള്ളതാണോ? ആണോ? അതെ. മലയാള ഭാഷ പുഴ ഒഴുകും പോലെ സംഗീതമാണ് എന്നതാണ് കാട്ടാറിൻ്റെ കളകളനാദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ ആണ്: മലയാളം എന്തിൻ്റെ പുതുനാമ്പുകൾ എന്നാണ് കവി പറയുന്നത്? മലയാളം എന്തിൻ്റെ പുതുനാമ്പുകൾ എന്നാണ് കവി പറയുന്നത്? സന്തോഷം, സ്നേഹം, സങ്കടം, ദേഷ്യം. സ്നേഹമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതിലെ ഡി ചോദ്യം ഇതാണ്: കവിയുടെ പ്രധാന ആശയം സൂചിപ്പിക്കുന്നത്. കവിതയുടെ പ്രധാന ആശയം സൂചിപ്പിക്കുന്നത് എന്താണ്? മലയാള ഭാഷയെക്കുറിച്ച് അല്ലേ? അത് നമുക്ക് കവിത വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കുറേ മലയാളം എന്ന് പറയുന്നില്ലേ, അപ്പം തന്നെ മനസ്സിലാക്കാം മലയാള ഭാഷയെക്കുറിച്ചാണ് നമ്മുടെ കവിതയിൽ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. മഴ അനുഭവം. ചാറ്റൽ മഴയും പേമാരിയും നമുക്കറിയാം. സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ മഴ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മഴ അനുഭവം എഴുതുക. അപ്പോൾ നമ്മുടെ മനസ്സിലിപ്പം നിങ്ങൾക്കൊക്കെ മഴ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഓർമ്മ? എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ഓർമ്മ പണ്ട് മഴയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചെറിയ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു അല്ലേ? നമ്മുടെ കൂടെയുള്ള കസിൻസിൻ്റെ കൂടെയൊക്കെ നമ്മൾ പേപ്പർ ബോട്ട് ഉണ്ടാക്കി ഇങ്ങനെ ഒഴുക്കി വിടുമായിരുന്നു. അപ്പം അത്തരത്തിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു മഴ അനുഭവം നോക്കാം. ഒരു ദിവസം രാവിലെ മുതൽ ആകാശം മേഘാവൃതമായിരുന്നു. കുറച്ചു സമയത്തിനകം ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. മഴത്തുള്ളികൾ മുറ്റത്തും മരങ്ങളിലും വീണ് മനോഹരമായ ശബ്ദമുണ്ടാക്കി. തണുത്ത കാറ്റും മഴയുടെ സുഗന്ധവും എനിക്ക് ഏറെ സന്തോഷം നൽകി. ഞാൻ ജനലരികിലിരുന്ന് മഴ കാണുകയും ചൂടുള്ള ചായ കുടിക്കുകയും ചെയ്തു. മഴയിൽ കുളിച്ചു നിൽക്കുന്ന മരങ്ങളും ചെടികളും വളരെ മനോഹരമായി തോന്നി. ആ ദിവസം എനിക്ക് മറക്കാനാവാത്തൊരു മഴ അനുഭവമായി. അപ്പം നിങ്ങൾക്ക് എന്താണോ മഴ അനുഭവത്തെക്കുറിച്ച് എഴുതാനുള്ളത് അത് നിങ്ങൾ എഴുതുക, നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി കേട്ടോ. ഇനി ഇതിൽ അടുത്ത ചോദ്യമാണ്: പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. വരികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ: പൂക്കൾ മണ്ണിൻ്റെ ജീവനാണ്, പൂക്കൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്, പൂക്കൾ ജീവനുള്ളവയാണ്, പൂക്കൾ സ്വപ്നം കാണുന്നവരാണ്. അപ്പോൾ ഈ ഒരു വരികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന പൂക്കൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ സി ചോദ്യമാണ്: പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകാൻ കാരണം. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകാൻ കാരണം എന്താണ്? കന്നിമയ, നിലാവ്, പുൽനാമ്പ്, മിന്നാമിനുങ്ങ്. നിലാവാണ് ഉത്തരമായി വരുന്നത്. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനമാണ് ലഘു ഉപന്യാസം. എന്തിനെക്കുറിച്ച് ഉപന്യാസം എന്ന് നോക്കിയാലോ? പ്രകൃതി നമുക്ക് പരിധിയില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന യൂണിറ്റിൽ പ്രകൃതിയുടെ സൗന്ദര്യവും സവിശേഷതകളും നാം മനസ്സിലാക്കി. ചെടികളും പൂക്കളും കിളികളും മനോഹരമാകുന്ന നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ പ്രകൃതിയെക്കുറിച്ചൊരു ലഘു ഉപന്യാസം, ചെറിയൊരു ഉപന്യാസം തയ്യാറാക്കുവാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതൊരു ഉപന്യാസം ആയിക്കോട്ടെ, ആസ്വാദനക്കുറിപ്പായിക്കോട്ടെ, കഥാപാത്ര നിരൂപണം ആയിക്കോട്ടെ, വിവരണക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, അങ്ങനെ ഏതൊരു പ്രവർത്തനം ആയിക്കോട്ടെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി മനോഹരമാക്കാൻ അതിനൊക്കെ ഒരു തലക്കെട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന തലക്കെട്ട് പ്രകൃതി സൗന്ദര്യം എന്നാണ്. പ്രകൃതി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പച്ചപ്പാർന്ന മരങ്ങളും ചെടികളും വർണ്ണാഭമായ പൂക്കളും പക്ഷികളും പൂമ്പാറ്റകളും പ്രകൃതിക്ക് സൗന്ദര്യം നൽകുന്നു. പുഴകളും മലകളും കുന്നുകളും വയലുകളും പ്രകൃതിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. പൂക്കളുടെ സുഗന്ധവും പക്ഷിയുടെ പാട്ടും അരുവികളുടെ കളകളനാദവും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നു. പ്രകൃതി നമുക്ക് ശുദ്ധവായുവും വെള്ളവും ഭക്ഷണവും നൽകുന്നു. അതുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും വേണം. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ മനോഹരമായ ഭൂമിയെ വരും തലമുറകൾക്കായി നിലനിർത്താൻ കഴിയൂ. അപ്പോൾ നമ്മളിവിടെ ഒരു ഉപന്യാസം, പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു ഉപന്യാസമാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്കിത് മൊത്തം ഒറ്റ നിമിഷം കൊണ്ട് പഠിച്ചെടുക്കാനൊന്നും സാധിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് 1-2 തവണ കേൾക്കുക. കേൾക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ ചെറിയ പോയിന്റുകൾ വരും. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നിങ്ങളുടെ തലയിൽ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രകൃതിയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വേഗം ആ പോയിന്റുകളൊക്കെ വരും. നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതൊന്നും കൂടി നിങ്ങൾ കേട്ടു നോക്കുക, വായിച്ചു നോക്കുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഥാപാത്ര നിരൂപണമാണ്. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി, വരാന്തയിൽ വിരിയുടെ ഇടയിൽ തൂക്കിയിട്ടു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദർശനം നീർനാഗം എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ബഷീർ കഥാപാത്രത്തിൻ്റെ സവിശേഷതകളും വായനയിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും ഉൾപ്പെടുത്തി ബഷീർ കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ബഷീർ കഥാപാത്രത്തിൻ്റെ നിരൂപണമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ബഷീറിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ തലക്കെട്ടായി ബഷീർ എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എഴുതാം. ഭൂമിയുടെ അവകാശികൾ എന്ന പാഠത്തിലെ ബഷീർ പ്രകൃതിയെയും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ചെറിയ ജീവികളോടുപോലും അദ്ദേഹം കരുണയും സ്നേഹവും കാണിക്കുന്നു. മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന ജീവികളുടെ വേദനയും ആവശ്യങ്ങളും മനസ്സിലാക്കുന്ന നല്ല മനസ്സിനുടമയാണ് ബഷീർ. ലളിതമായ ജീവിതവും സഹജീവികളോടുള്ള സ്നേഹവും പ്രകൃതിയോടുള്ള കരുതലുമാണ് ബഷീറിൻ്റെ പ്രധാന സവിശേഷതകൾ. ജീവജാലങ്ങളെ ഉപദ്രവിക്കാതെ അവയോടൊപ്പം സഹജീവനം നടത്തണമെന്ന സന്ദേശമാണ് ബഷീർ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നൽകുന്നത്. അതിനാൽ കരുണയും മനുഷ്യസ്നേഹവും നിറഞ്ഞ കഥാപാത്രമാണ് ബഷീർ. അപ്പോൾ നമുക്ക് ബഷീറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കഥാപാത്ര നിരൂപണത്തിലൂടെ തന്നെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്താം. ഓക്കെ, നമ്മുടെ ഈ നിർനാഗത്തെക്കുറിച്ച് ചോദിക്കുന്ന ഈ ഒരു പാഠത്തിൽ നിന്ന് എത്തരത്തിലുള്ള ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇതിലുള്ള കുറച്ച് പോയിൻറ്റ്സ് അതിൽ ഉൾപ്പെടുത്താം. ഇനി കഥാപാത്ര നിരൂപണമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായ ബഷീറിൻ്റെ ഒരു കഥാപാത്ര നിരൂപണം തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്നും കൂടി വായിച്ചു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഒരുപാട് പോയിന്റുകൾ വായിക്കും തോറും നമുക്ക് ഒരുപാട് പോയിന്റുകൾ നമ്മുടെ തലയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് എളുപ്പം ആ പോയിൻ്റൊക്കെ നമ്മുടെ മനസ്സിൽ വരികയും നമുക്കത് പെട്ടെന്ന് എഴുതാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, നമുക്കറിയാം മലയാളമാണ്, നമുക്ക് കുറേ എഴുതാനുണ്ടാവും അല്ലേ? ആസ്വാദനക്കുറിപ്പായിട്ടും താരതമ്യക്കുറിപ്പായിട്ടും അനുഭവക്കുറിപ്പായിട്ടും അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, നിങ്ങൾ പോകുന്നതിന് മുന്നേ, എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഓരോ പാഠത്തിൻ്റെയും ആശയം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സാം എഴുതാൻ എളുപ്പമായിരിക്കും. എന്തായാലും എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. 5ാം ക്ലാസ്സിൻ്റെ മറ്റ് വീഡിയോകളൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്